നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ക്രിപ്റ്റോയെ കുറിച്ചുള്ളതാണ്. അതായത് പല ആളുകളും ഞാൻ ക്രിപ്റ്റോയെ കുറിച്ച് വീഡിയോ ചെയ്ത സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമന്റ് ആയിട്ട്, എങ്ങനെയാണ് ഈ ക്രിപ്റ്റോ കറൻസി ഏൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ക്രിപ്റ്റോ കറൻസി എന്നൊക്കെ. അപ്പോൾ ഇതിനുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, നമ്മൾ വിനിമയം നടത്തുന്നതിന് വേണ്ടി ക്യാഷ് ആണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ATM കാർഡ്. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുന്നതിന് പകരമായിട്ട് ഓൺലൈനായിട്ട് നമുക്ക് ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഇറക്കിയിട്ടുള്ള ഒരു മണി, മീൻസ് മണിയല്ല, മണിയെ പോലെയുള്ള ഒരു കാര്യമാണ് ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. അതായത് നമുക്ക് അത് വാങ്ങാനും വിൽക്കാനും ഒക്കെ പറ്റും, അതിനുള്ള ഒരു മൂല്യം അതിനുണ്ടാകും. അപ്പോൾ അതാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. ഇത് ആദ്യമായിട്ട് വന്നിട്ടുള്ളത് ബിറ്റ്കോയിൻ ആണ്. ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസിയാണ് ആദ്യമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് ക്രിപ്റ്റോകൾ ഇറങ്ങുന്നുണ്ട്. അത് ഇറങ്ങുന്ന സമയത്ത് കുറഞ്ഞ എമൗണ്ടേ ഉണ്ടാവുള്ളൂ, അപ്പൊ നമുക്ക് വാങ്ങി വെക്കാം. പിന്നെ കുറെ കാലം കഴിയുന്ന സമയത്ത് അതിന് ഒരുപാട് മൂല്യം വരും. അപ്പൊ നമുക്ക് തിരിച്ച് അത് കൊടുക്കുന്ന സമയത്ത് ആ മൂല്യം നമുക്ക് കിട്ടും. അതായത് ₹1 വാങ്ങിയ കോയിൻസ് ചിലപ്പോൾ കുറെ കാലം കഴിയുന്ന സമയത്ത്, ഒരു 5 വർഷമൊക്കെ കഴിയുന്ന സമയത്ത് തിരിച്ച് നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് അതിന് ₹60,000 വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതിലും കൂടുതൽ കിട്ടും. അപ്പം ഏകദേശമുള്ള ഒരു എമൗണ്ട് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ ഒരുപാട് കോയിൻസുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ കമ്പനികൾ ഈ കോയിൻസ് ഇറക്കുന്ന സമയത്ത് നമുക്ക് ഇത് സൗജന്യമായിട്ട് കിട്ടും. അതായത് അവരുടെ പരസ്യത്തിന്റെ ഭാഗമായിട്ടും അതേപോലെ മറ്റുള്ളവരിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്തൊക്കെ അവർക്ക് അതിന്റെ ഒരു പരസ്യം കിട്ടുകയാണല്ലോ. അപ്പം അത് എങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ബോട്ട് വഴി ഫ്രീ ആയിട്ട് മൈൻ ചെയ്യാൻ സാധിക്കും. അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. നിങ്ങൾക്ക് ആ ലിങ്ക് വഴി ജോയിൻ ചെയ്താൽ സൗജന്യമായിട്ട് മൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ, ടാപ്സാപ്പ് എന്ന് പറയുന്ന കമ്പനിയുടെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ടെലഗ്രാം ബോട്ട് വഴി മൈൻ ചെയ്യാം. മൈൻ ചെയ്ത് നിങ്ങൾക്ക് ഏണിങ്സ് സമ്പാദിക്കാൻ സാധിക്കുന്നതാണ്. ഈ കോയിൻസ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ച് കുറച്ചു കാലം കഴിയുന്ന സമയത്ത് അത് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റാനും തിരിച്ച് നമ്മുടെ ബാങ്കിലേക്ക് ക്യാഷ് ആക്കി ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കുന്നതാണ്. എങ്ങനെയാണ് നമ്മുടെ ടാപ്സാപ്പ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്? 50 മില്യൺസിലധികം ആളുകൾ ഉപയോഗിക്കുന്ന കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഇത് നിങ്ങളും ഇതിൽ ജോയിൻ ചെയ്യുക. നമ്മൾ മലയാളികൾ പൊതുവെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും തല കൊടുക്കാറില്ല. പക്ഷേ ഇത് നമുക്ക് എത്രയോ ലാഭം തരുന്ന ഒരു ബിസിനസ് കൂടെയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് അതിലുള്ള ലിങ്കുകൾ വഴി നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫുൾ അപ്ഡേറ്റ് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ടാപ്സാപ്പ് എന്ന് പറയുന്ന ആ കോയിൻ എങ്ങനെയാണ് നമ്മൾ നേടുക, അല്ലെങ്കിൽ അതിന്റെ കോയിൻസ് എങ്ങനെയാണ് നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ സൂരജ് ചോലക്കൽ, ഡാഡൂസ് കോർണർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടാപ്സാപ്പ് എന്ന് പറയുന്ന ഈ ഒരു ബോട്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലോ വാട്സപ്പ് ചാനലിലോ വന്നു കഴിഞ്ഞാൽ ലിങ്ക് ലഭിക്കുന്നതാണ്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ബോട്ടിലേക്കാണ് പോകുന്നത്. ടെലഗ്രാമിലുള്ള ഒരു മൈനിങ് ബോട്ടാണ് ടാപ്സ്വാപ്പ് എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും താഴെ കാണുന്ന സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ പേരും കാര്യങ്ങളും ഒക്കെ ഒരു വെൽക്കം നോട്ട് ആയിട്ട് വരുന്നതാണ്. അതിൽ താഴെ നിങ്ങൾക്ക് 3 ഓപ്ഷൻ കാണിക്കുന്നുണ്ടാകും. അതിൽ സ്റ്റാർട്ട് നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു പോപ്പപ്പ് വരും. ഈ ടാപ്സ്വാപ്പ് സ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് സ്റ്റാർട്ടായി വരും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ലിങ്ക് ഉപയോഗിച്ച് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് 2500 കോയിൻസ് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ താഴെ നിങ്ങൾക്ക് 5 ഓപ്ഷനുകൾ കാണിക്കുന്നുണ്ടാകും. അതിൽ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് റെഫറൽ ആണ്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇൻവൈറ്റ് ലിങ്ക് ഉണ്ട്. അതായത് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കോയിൻസ് ലഭിക്കുന്നതാണ്. ഇവിടെ കാണുന്ന കോപ്പി എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് മറ്റ് സോഷ്യൽ മീഡിയകളിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ടെലഗ്രാമിലോ വാട്സപ്പിലോ ഒക്കെ നമുക്ക് ഷെയർ ചെയ്ത് അവരെ ജോയിൻ ചെയ്യിപ്പിക്കാവുന്നതാണ്. അപ്പോൾ അവരുടെയൊക്കെ പേരുകൾ ഇവിടെ കാണിക്കുന്നതാണ്. ഞാൻ ആരെയും റെഫർ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് എൻ്റെ ഇവിടെ ഒന്നും കാണിക്കാത്തത്. അതേപോലെ രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്ന അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ടാസ്കുകൾ ഉണ്ട്. ഇത് തീരുന്നതിനനുസരിച്ച് നമുക്ക് വീണ്ടും ടാസ്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാറ്റഗറി ആയി തിരിച്ചിട്ടുണ്ട്. സിനിമ, സ്പെഷ്യൽ, ലീഗ്സ്,
അതേപോലെ തന്നെ റഫറൽ. ഓക്കെ, ഇതിൽ ആദ്യം കാണുന്ന സിനിമ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓരോ വീഡിയോകൾ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാകും. ഈ വീഡിയോകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള കോയിൻസ് നമുക്ക് ലഭിക്കുന്നതാണ്. ജസ്റ്റ് ഞാനൊന്ന് പ്ലേ ചെയ്യുന്നു. ആദ്യത്തെ 10 പാസീവ് ഇൻകം ഐഡിയാസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇവിടെ പറയുന്നുണ്ട് അതിൻ്റെ റിവാർഡ് 4 ലക്ഷം റിവാർഡ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട് നമ്മൾ വീഡിയോ മുഴുവനായിട്ട് കാണണം, കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു റിവാർഡ് കിട്ടത്തുള്ളൂ. അതായത് നമ്മൾ സ്പീഡാക്കിയിട്ടോ അല്ലെങ്കിൽ സ്വൈപ്പ് ചെയ്തിട്ടോ ഒന്നും കാണാൻ പാടില്ല. അതായത് ആദ്യം തൊട്ടിട്ട് അവസാനം വരെ വീഡിയോ കാണുന്ന ഫോർമാറ്റിൽ തന്നെ നമ്മൾ കാണണം, എങ്കിലേ റിവാർഡ് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. സ്റ്റാർട്ട് മിഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് വാച്ച് ദ വീഡിയോ, ഫൈൻഡ് ദ കോഡ് ആൻഡ് പേസ്റ്റ് ഇറ്റ് ഹിയർ എന്ന് പറയുന്നുണ്ട്. നമ്മൾ വാച്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു വീഡിയോ പ്ലേ ആവുന്നതാണ്. ഇത് മുഴുവനായിട്ടും നമ്മൾ പ്ലേ ചെയ്യേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ മുഴുവനായിട്ടും ഈ വീഡിയോ കണ്ടു. അപ്പോൾ ആ വീഡിയോയിൽ പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു കോഡ് ഉണ്ട്. ഓരോ സ്പെല്ലിംഗ് ആയിട്ടാണ് വന്നിട്ടുണ്ടാവുക. അത് നമുക്ക് പിറകിൽ പോയി അവിടെ അടിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നേരെ പിറകോട്ട് വന്ന് ഇവിടെ പ്രൊവൈഡ് ആൻ ആൻസർ എന്നുള്ളിടത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റിന്യൂവബിൾ എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് എഴുതിയതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് സ്മോൾ ലെറ്റർ ആണ് വന്നതെങ്കിൽ സ്മോൾ ലെറ്റർ തന്നെ അടിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇവിടെ ഡൺ കാണിക്കുന്നുണ്ട്. ഫിനിഷ് മിഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കൺഗ്രാറ്റുലേഷൻ എന്ന് പറഞ്ഞ് 4 ലക്ഷം കോയിൻസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് ക്ലെയിം കൊടുക്കുന്നു. ഇപ്പം അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ നേരെ പിറകോട്ട് വന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ നമ്മുടെ കോയിൻസ് കൂടിയതായിട്ട് നമുക്ക് കാണുന്നുണ്ടാകും. അപ്പോൾ ഇവിടുത്തെ ഡാഷ്ബോർഡിൽ നമുക്ക് ആദ്യത്തെ ഒരു മഞ്ഞ ലൈറ്റ് കത്തിയതായിട്ട് കാണിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നമുക്ക് ഓരോന്നും കത്തിക്കാവുന്നതാണ്. ഇവിടെ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഏണിങ്സ് തരുന്ന കാര്യങ്ങളാണ്. സ്പെഷ്യൽ എന്നുള്ള രണ്ടാമത്തതിൽ പോയി കഴിഞ്ഞാൽ ഇവിടെയും ഉണ്ടാകും. ജോയിൻ അവർ സോഷ്യൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് മിഷൻ കൊടുക്കുന്നു. അപ്പോൾ ആദ്യത്തേത് ടെലഗ്രാം ചാറ്റിൽ ജോയിൻ ചെയ്യാനും രണ്ടാമത്തേത് ടാപ്സാപ്പിൻ്റെ എക്സ് ഫോളോ ചെയ്യാനും വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാനും 3 ടാസ്കുകളാണ് ഇവിടെ ഉള്ളത്. ആദ്യത്തേത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഗോ എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബർമാരുള്ള ഒരു കമ്മ്യൂണിറ്റിയാണിത്. 25.5 മില്യൺ ആളുകൾ ടാപ്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നല്ല ഒരു എയർ ഡ്രോപ്പ് വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇവിടെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഞാൻ ഓൾറെഡി ജോയിൻ ചെയ്തതാണ്. നേരെ നമ്മൾ പിറകോട്ട് തന്നെ വന്ന് ലീഗ്സിൽ നോക്കുന്ന സമയത്ത് ഇവിടെ ബ്രോൺസ് 1000 എന്ന് കാണിക്കുന്നുണ്ട്. അത് നമ്മൾ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് 1000 കോയിൻസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്ലെയിം ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. ബ്രോൺസ് ലെവലിലേക്ക് കയറുന്നതാണ്. ഇവിടെ നമുക്ക് 1000 കോയിൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബ്രോൺസ് ലെവലിലേക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ ഒരു കോയിൻസ് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ സിൽവർ ലെവലിലേക്ക് കയറി കഴിഞ്ഞാൽ 5000 കോയിൻസ് നമുക്ക് കിട്ടും. അത് നമുക്ക് ഇങ്ങനെ ക്ലെയിം ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പം ഞാൻ 1000 കോയിൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ബ്രോൺസ് ലെവലിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതും കൂടെ നമുക്ക് മുകളിൽ കിട്ടുന്നതാണ്. നമ്മുടെ കോയിൻസിൽ ആഡ് ആവുന്നതാണ്. അവസാനത്തെ റെഫറൽ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ ഒരാളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2500 കോയിൻസ് കിട്ടും. 3 ആളെ ഇൻവൈറ്റ് ചെയ്ത് അവർ ഈ മൈനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 50,000 കോയിൻ നമുക്ക് കിട്ടും. അത്തരത്തിൽ ഒരുപാട് ആളുകളെ ചേർക്കുന്നതിനനുസരിച്ച് മീൻസ് അവർക്ക് നമ്മുടെ ലിങ്ക് അയച്ചു കൊടുക്കുന്നതിനനുസരിച്ച് ഇവിടെ നമുക്ക് കോയിൻസ് വർദ്ധിക്കുന്നതാണ്. ഇനി താഴെ മൂന്നാമത്തെ ടാപ്പ് എന്നുള്ള ഓപ്ഷനാണ് പറയാനുള്ളത്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ ടാപ്പ് ചെയ്തിട്ട് മൈൻ ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോയിൻസ് ലഭിക്കുന്നതാണ്. ഏത് വിരൽ ഉപയോഗിച്ച് നമുക്ക് ടാപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ +1 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കോയിൻസ് കൂടുന്നത്. അതിൻ്റെ അടുത്തുള്ള ബൂസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ ടാപ്പിംഗ് ഗുരു എന്ന് പറയുന്ന ഒരു ബൂസ്റ്റർ ഉണ്ട്. ആ ബൂസ്റ്റർ 3 എണ്ണാണ് ഒരു ദിവസം നമുക്ക് എടുക്കാൻ സാധിക്കുക. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഫ്രീ ആണ് ഗെറ്റ് ഇറ്റ് എന്നുള്ളത് കൊടുക്കുക. അത് കൊടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഇൻകം 5 ടൈംസ് അധികം നമുക്ക് കിട്ടും. 20 സെക്കൻഡ്സ് മാത്രമേ ഇത് ഒരു ബൂസ്റ്റർ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഗെറ്റ് ഇറ്റ് എന്നുള്ളത് കൊടുക്കുന്നു.
കൊടുക്കുന്ന സമയത്ത് ഇവിടെ വരുന്ന സമയത്ത് ഒരു തീയുടെ ചിത്രമൊക്കെ സൈഡിലൂടെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഒന്നുള്ളത് ഇപ്പോൾ 5 ആയിട്ടുണ്ട്. ഇത് 20 സെക്കൻഡേ കിട്ടുള്ളൂ നമുക്ക്. 20 സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെയും ആദ്യത്തേതുപോലെ 1 തന്നെ ആകുന്നതാണ്. അപ്പം 5 ടൈം എന്ന് പറയുന്ന സമയത്ത് 5 അധികം കിട്ടും. അതായത് ഒന്നുള്ളത് നമുക്ക് 5 ആയിട്ട് കിട്ടും. അത് എത്രയാണോ നിങ്ങൾക്കുള്ളത് അതിൻ്റെ 5 ഇരട്ടിയാണ് കിട്ടുക. ബൂസ്റ്റിൽ 1 നമ്മൾ എടുത്തു കഴിഞ്ഞു. ഫുൾ ടാങ്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഫ്രീ ആയിട്ടുള്ളത് തന്നെയാണ്, അതും ഗെറ്റിറ്റ് കൊടുക്കുന്നു. അത് ഗെറ്റിറ്റ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ടാങ്ക് ഫുള്ളായി കിട്ടുന്നതാണ്. അതായത് 500 എന്നാണ് ഇതിൽ മാക്സിമം കാണിക്കുന്നത്. അത് ജസ്റ്റ് നമ്മൾ ടാപ്പ് ചെയ്യുന്നതിനനുസരിച്ച് കുറഞ്ഞു വരുന്നതാണ്. അപ്പോൾ നമുക്ക് അത് കൂട്ടണമെങ്കിൽ 500ലേക്ക് തന്നെ എത്തിക്കണമെങ്കിൽ ഇപ്പോൾ 0 ആയി കഴിഞ്ഞാൽ പിന്നെയും 500ലേക്ക് ആവാനുള്ള കുറച്ച് സമയം എടുക്കും. കാരണം ഓരോ പോയിന്റ് ആണല്ലോ ഇപ്പോൾ കൂടുന്നത്, 97, 98 അങ്ങനെയാണ് കൂടുന്നത്. അപ്പോൾ കുറേ സമയം എടുക്കും. പക്ഷേ നമ്മൾ ഈ ബൂസ്റ്റിൽ വന്ന് ജസ്റ്റ് ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 500 തന്നെ കിട്ടുന്നതാണ്. ഓക്കെ. പിന്നെ ബൂസ്റ്റേഴ്സിൽ വരുന്ന താഴത്തുള്ള കാര്യങ്ങൾ മൾട്ടി ടാപ്പ് എന്ന് പറയുന്നതാണ്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പം നമ്മൾ ആദ്യം തന്നെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് +1 ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ലെവൽ 200 കോയിൻസ് കൊടുത്ത് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ, ഇപ്പം ഗെറ്റിറ്റ് എന്നുള്ളത് കൊടുത്ത് നമ്മൾ ലെവൽ കൂട്ടി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബാക്കിൽ പോയിട്ട് ടാപ്പ് ചെയ്യുന്നിടത്തിൽ പോയിട്ട് ടാപ്പ് ചെയ്യുന്ന സമയത്ത് +1 കൂടെ കൂടിയിട്ടുണ്ട്. ഇപ്പം 2 ആയിട്ടുണ്ട്. നേരത്തെ 1 ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പം 2 ആയി മാറിയിട്ടുണ്ട്. അങ്ങനെ ഓരോ ലെവൽ കൂടുന്നതിനനുസരിച്ച് ഓരോ കോയിൻസ് നമുക്ക് കൂടി കിട്ടുന്നതാണ്. പിന്നെ എനർജി ലിമിറ്റ് ഉണ്ട്. എനർജി ലിമിറ്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഗെറ്റിറ്റ് കൊടുക്കുന്നു. 200 കോയിൻസ് ആണ് അതിന് പോകുന്നത്. അപ്പോൾ നമുക്ക് ടാപ്പിൽ പോയി നോക്കുന്ന സമയത്ത് നേരത്തെ 500 ഉള്ളത് ഇപ്പോൾ 1000 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ കോയിൻസ് ടാപ്പ് ചെയ്തിട്ട് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് റീചാർജിങ് സ്പീഡ് ഉണ്ട്. അതായത് നമ്മൾ 1000 എന്നുള്ളത് ഏറ്റവും കുറഞ്ഞ 0യിൽ എത്തിയിട്ട് പിന്നെ 1000ലേക്ക് പോകുന്നതിനുള്ള ആ സ്പീഡാണ് പറയുന്നത്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് +1 ആണ് നമ്മൾ ഇപ്പോൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞു +1 ആണ് കൂടിക്കൊണ്ടിരിക്കുന്നത് എന്ന്. ഗെറ്റിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടാപ്പിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ 99, 501, 2 ആയി മാറിയിട്ടുണ്ട്. നേരത്തെ 1 ആയിരുന്നു കൂടുന്നത്. 507, 509, 511 എന്നിങ്ങനെ 2 എണ്ണമായിട്ട് കൂടിയിട്ടുണ്ട് ഇപ്പോൾ. അതേപോലെ ബൂസ്റ്റിൽ വന്നിട്ട് നമ്മൾ ഏറ്റവും താഴെ ഓട്ടോമാറ്റിക് ആയിട്ട് ടാപ്പ് ചെയ്യുന്ന ഒരു ബോട്ടാണ് ഇത്. നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് 2 ലക്ഷം കോയിൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ 12 മണിക്കൂർ ഓട്ടോമാറ്റിക് ആയിട്ട് ടാപ്പ് ചെയ്തുകൊണ്ട് ഇരിക്കും. നമ്മൾ ടാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഗെറ്റിറ്റ് കൊടുക്കുന്നു. അതിനുശേഷം ടാപ്പിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതേപോലെ ഏറ്റവും അവസാനമുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ ടോട്ടൽ ഷെയർ ബാലൻസ് എത്രയാണ് ഉള്ളത് എന്നിവിടെ കാണിക്കുന്നുണ്ട്. ട്രില്യൺ കണക്കിന് ഷെയർ ബാലൻസ് ഉണ്ട്. അതേപോലെ തന്നെ ടോട്ടൽ ടച്ചസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ടോട്ടൽ പ്ലെയർ എത്ര ആളുകൾ കളിക്കുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഡെയിലി കളിക്കുന്ന ആളുകളുണ്ട്. ഓൺലൈൻ പ്ലെയേഴ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഫുൾ ഡീറ്റെയിൽ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ടാപ്സാപ്പ് എന്ന് പറയുന്ന ഈ ഒരു മൈനിങ്ങിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തു വരുന്നത്. ഇനിയും ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത്തരത്തിലുള്ള നല്ല ഒരു അറിവുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.